ശ്രീ എം പി രാജേഷ്, ശ്രീ ജോർജ് കുര്യൻ ദയവായി നിൽക്കൂ. ശ്രീ എം പി രാജേഷ്, എങ്ങനെയാണ് കാണേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, ഒരു പ്രമുഖനായ നേതാവിനെ ഇത്തരത്തിൽ കൊലവിളി നടത്തുന്നു, അതും 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച് ISIS മാതൃകയിൽ. എന്താണിത്? അതും RSSന്റെ പ്രമുഖ നേതാവ്, MLA മാരും MP മാരും നിൽക്കുമ്പോൾ അത് ഇന്ത്യയുടെ ക്രമസമാധാന പ്രശ്നത്തെ മുഴുവൻ സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യുന്നതല്ലേ? ഈ വിധത്തിലാണ് സംശയങ്ങൾ ഉയരുന്നത്. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് ശ്രീ എം പി രാജേഷ് എം പി? നിന്ന് നന്മ പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്നത് പോലെ RSSൽ നിന്നും RSSന്റെ ആജ്ഞാനവർത്തിയായ കുര്യനിൽ നിന്നൊക്കെ നന്മ പ്രതീക്ഷിച്ച് നിങ്ങൾ അദ്ദേഹത്തെ അപലപിക്കുമെന്ന് വിചാരിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? കുര്യനും അതിനെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോ RSS എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. താങ്കളുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ISന്റെ അതേ ശൈലിയിലാണ്, മാതൃകയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെ കൊല്ലുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുന്നത് ഭീകരവാദ സംഘടനകളുടെ ISനെ പോലുള്ളവരുടെ ശൈലിയാണ്. അതാണ് ഇവരും ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിലാണ് എങ്കിൽ ഇന്നിപ്പോ മാർച്ച് 2 ആയിട്ടുള്ളൂ. 2 ദിവസം മുമ്പായിരുന്നു ഫെബ്രുവരി 28. 3000 പേർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് ഇതിന്റെ 15ാം വാർഷികം മിനിഞ്ഞാന്നാണ് നടന്നത് ഗുജറാത്തിൽ. അന്ന് ആ കൂട്ടക്കൊലയുടെ അധ്യക്ഷം വഹിച്ച ആളാണ് നരേന്ദ്രമോദി. അങ്ങനെയാണെങ്കിൽ മോഡിയെ എങ്ങനെ ചെയ്യണമെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. 15 കൊല്ലത്തിനിടയിൽ ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ. മോദിയെ വിമർശിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാം ശക്തമായിട്ടും രൂക്ഷമായിട്ടും വിമർശിച്ചിട്ടുണ്ട്. അതുമായിട്ട് എന്തെങ്കിലും താരതമ്യമുണ്ടോ കേരളത്തിൽ ഉള്ള രാഷ്ട്രീയ സംഘർഷം? ഇനി ഈ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ തന്നെ ആരാ സംഘർഷം ഉണ്ടാക്കുന്നത്? RSSന്റെ സംഘർഷം ഉണ്ടാക്കുന്നത്. ഈ RSSകാരുടെ കൊലക്കത്തിക്കിരയായിട്ട് എത്ര CPIM പ്രവർത്തകർ മരിച്ചിട്ടുണ്ട്? അനേകം CPIM പ്രവർത്തകർ മരിച്ചിരിക്കുകയല്ലേ. പീപ്പിൾസിനെ തോൽപ്പിക്കുന്ന നുണപ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷത്തെ ചൊല്ലി പീപ്പിൾസി നുണപ്രചരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടാൽ തോന്നുക കണ്ണൂരിൽ ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണം നടക്കുകയാണെന്നാണ്. ഈ രാഷ്ട്രീയ സംഘർഷം അവിടെ ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ സംഘർഷത്തിൽ പ്രതിസ്ഥാനത്ത് എപ്പോഴും ഉള്ളത് RSS ആണ് എന്ന് നമ്മൾ കാണണം. എന്നിട്ട് അവരാണ് എത്രയോ അനുഭവം. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവമുണ്ട്. എന്റെ കൂടെ SFIയുടെ നേതാവായിരുന്ന സഖാവ് സുധീഷിന്റെ ശരീരം 37 കഷ്ണമായിട്ടാണ് അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ടിട്ട്, എന്നിട്ട് കുര്യനെ പോലുള്ള RSSകാർ വന്നിട്ട് ന്യായം പറയാൻ കേരളത്തിലായിരുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കാൻ. അതാണ് ശ്രീ ജോർജ് കുര്യൻ. എം പി രാജേഷ് ഉയർത്തിയത് കാതലായ ചോദ്യമാണ്. അതായത് ഗുജറാത്തിൽ 3000 പേരെ കൊന്ന കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം പേറുന്ന ഒരാളാണ് പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ ആരും ഇത്തരത്തിൽ ജനാധിപത്യ മാർഗത്തിലല്ലാതെ ഒരു ആക്രോശം നടത്തിയിട്ടില്ലല്ലോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത് അത്രയേറെ ഗൗരവമായ കുറ്റമാണ് എന്ന് എം പി രാജേഷ് പറയുന്നു. അല്ല, KT ജയകൃഷ്ണനെ കുട്ടികളുടെ മുമ്പിലിട്ട് കൊന്നത് ശുക്കൂർ എന്ന് പറയുന്ന ആള് BJP-കാരനാണോ? EP ചന്ദ്രശേഖരൻ BJP-കാരനാണോ? അല്ലല്ലോ. ഇനി നരേന്ദ്രമോദി ഗുജറാത്തിൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്നാണ് രാജേഷ് പറയുന്നത്. BJP-കാരെ എല്ലാം ഞങ്ങൾ കൊന്നു കളയുന്നത് ആ ഗുജറാത്തിൽ ഒരു ലഹള ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അത് ലഹളയ്ക്ക് അവിടെ കേസെടുക്കുകയും കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്തു. അത് 2 മതങ്ങൾ തമ്മിലുണ്ടായിരുന്ന ലഹളയായിരുന്നു. ആദ്യം ട്രെയിനാണ് കത്തിച്ചത്. ട്രെയിൻ കത്തിച്ചതിന് 1 വർഷം ആശിച്ചുമായിട്ട് കൂട്ടുമെന്ന് കാണുമായിരിക്കുമല്ലോ. അതാണല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൊല്ലുന്ന അതിന്റെ പ്രതികാരം. അതെ, അതാ പറഞ്ഞത്. ഇത് മാർക്സിസ്റ്റുകാരിപ്പോ പറയുന്നത് ഇവിടെ ഞങ്ങൾ കൊല്ലുന്നു. അത് ഗുജറാത്തിലേതോ ലഹള നടന്നിട്ടുണ്ടതാ പറഞ്ഞത്. ഡൽഹിയിൽ ലഹള നടന്നിട്ടുണ്ടല്ലോ. ഡൽഹി 10,000 സിഖുകാരെ കൊന്നിട്ടില്ലേ? അതിനു മുമ്പ് ഭാഗൽപൂര് നടന്നിട്ടില്ലേ? ഹൈദരാബാദിൽ നടന്നിട്ടില്ലേ? ഈ കഴിഞ്ഞ വർഷം ഇവിടെ നടന്നില്ലേ? UP-യിൽ നടന്നില്ലേ? എല്ലായിടത്തും നടന്നിട്ടുണ്ട്. ഒരു വസ്തുതയുണ്ട് ജോർജ് കുര്യൻ. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കലാപങ്ങളിൽ ഒരു ഭാഗത്ത് RSS ആണ്. അല്ല, അതാ പറഞ്ഞ കേരളത്തില് നിങ്ങൾക്കറിയാമല്ലോ ആരാണ് ഒരു ഭാഗത്ത് ശുക്കൂറിനെ കൊന്നത്, TP ചന്ദ്രശേഖരനെ കൊന്നത്, കോൺഗ്രസുകാരെ കൊല്ലുന്നത്, CPI-കാരനെ കൊല്ലുന്നത് എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ അതുകൊണ്ടാണോ RSS നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയത്, ഇനാം പ്രഖ്യാപിച്ചു? ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, അയാൾക്ക് സമരമെത്തിക്കാണോ ഇത് കണ്ടിട്ട്? അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്നുണ്ടോ BJP? അങ്ങനെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നേരത്തെ ഇങ്ങനെ കൈരളി പറഞ്ഞിട്ടുള്ളതെല്ലാം തെറ്റായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതാ മോണിറ്റൈസേഷൻ, ഒരാൾ ഫേസ്ബുക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു. അവസാനം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൻ തന്നെയായിരുന്നു, അയാൾ തന്നെ രംഗത്ത് വന്നു. എന്ന് പറഞ്ഞാൽ കൈരളി TV ആയതുകൊണ്ട് ഇതുവരെ ഓഡിയോയോ വിഷ്വലോ കാണിച്ചില്ല. ഇത് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നതാണ്.
അതിന്റെ പേടിക്കണ്ട ജോർജ് കുര്യൻ, അതിന്റെ ദൃശ്യങ്ങൾ സഹിതം അല്പസമയത്തിനകം പുറത്തുവിടാം. പിന്നെ കൈരളി നൽകിയിട്ടുള്ള വാർത്തകളൊക്കെ ശരിയാണെന്ന് കേരളത്തിന്റെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് പോകണ്ട, നമ്മൾ വിഷയം വഴിതിരിക്കേണ്ട, അത് താങ്കളുടെ കുതന്ത്രമാണ് വിഷയത്തെ. ഓക്കെ നിൽക്കൂ. എം പി രാജേഷ്, ഇതാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്, മീൻസ് ജോർജ് കുര്യന്റെ ഭാഗത്തുണ്ടാകുന്നത്. BJP ഇതിനെ അങ്ങനെയാണ് കാണുന്നത്. എം പി രാജേഷ്, കഴിഞ്ഞ ദിവസമാണ് ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയത്. അതും കാർഗിൽ രക്തസാക്ഷിയുടെ മകളെ ഗുർമെഹർ കൗറിനെ മാനഭംഗപ്പെടുത്തും എന്ന് ഇവരാണ് ABVP ഭീഷണിപ്പെടുത്തിയത്. അതിനെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇവർക്ക് ഇക്കാര്യത്തിൽ ഇതൊന്നും അറിയാതെ ഏതെങ്കിലും ആളുകൾ തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നതാണെന്ന് ധരിക്കരുത്. ഇത് ആസൂത്രിതമായിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഏതെങ്കിലും ആളുകൾ വിവേകമില്ലാതെ, കുര്യനെ പോലുള്ള വിവേകമില്ലാത്ത ആളുകൾ പറയുന്നത് പോലെയാണെങ്കിൽ വിവേകമുള്ള ആളുകൾ ഇരുത്തുമല്ലോ. രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള സീനിയർ കേന്ദ്രമന്ത്രിമാർ IBVPയുടെ ആക്ഷേപത്തെ ശരിവെച്ചുകൊണ്ടല്ലേ രംഗത്ത് വന്നത്. റിജു ആഭ്യന്തര സഹമന്ത്രിയാണ്. പിന്നെ നാട്ടിലെ സ്ഥിതി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ. ആഭ്യന്തര സഹമന്ത്രി ജിഷ്ണുവിടെ കൊന്നല്ലോ. ആ ജിഷ്ണുവിനെ സഹായിച്ചതൊക്കെ രാജേഷ് കൂടിയല്ലേ. കുറച്ചു സമയം വായർത്തിരിക്കാൻ പറയൂ. കുര്യനോട് കുറച്ചു സമയം ഒന്ന് വായർത്തിരിക്കാൻ പറയൂ. അദ്ദേഹം പറഞ്ഞ അസംബന്ധത്തിന്റെ ഇടയിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. അല്ല, അവിടെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ ഒരു ആൺകുട്ടിയുടെ കാര്യം പറയണ്ടേ? ജിഷ്ണു നിങ്ങളൊക്കെ ഇവിടെ കൊന്നതല്ലേ. അമ്മാവനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയുടെ മകനല്ലേ. എന്താണ് ജോർജ് കുര്യൻ പരസ്പര ബന്ധമില്ലാതെ പറയുന്നത്? എന്താണ് ABVP കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്താണ് ഗുർമെഹർ കൗറിനെതിരെ? ശ്രീ എം പി രാജേഷ്, താങ്കൾ പറയൂ. എം പി രാജേഷ് പറഞ്ഞതിന് ശേഷം അതിന് മറുപടി പറയാം ശ്രീ ജോർജ് കുര്യൻ. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമെന്നാണ് പറയുന്നത്. ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിയെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു സനാതന ധർമ്മം ഇവിടെ നിലനിൽക്കുമ്പോഴാണ്. ശ്രീ ജോർജ് കുര്യൻ നിൽക്കൂ, എം പി രാജേഷ് പറയട്ടെ, അതിനുശേഷം പറയാം. ശ്രീ ജോർജ് കുര്യൻ നിൽക്കൂ, എം പി രാജേഷ് പറയട്ടെ, പ്രതികരിക്കാം. ശ്രീ എം പി രാജേഷ് തുടർന്നോളൂ, താങ്കൾ പ്രതികരിച്ചു വന്നത് പറയൂ. ആ പറഞ്ഞവരെ അറസ്റ്റ് ചെയ്തു. കൃഷ്ണദാസ് ജിഷ്ണുവിനെ കൊന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. അതാണ് വ്യത്യാസം. ജിഷ്ണുവിന്റെ വിഷയം മറ്റൊന്നാണ്, അതിലേക്ക് എത്താം. ശ്രീ രാജേഷ് അത് വിദഗ്ധമായി വിഷയത്തെ വഴിതിരിക്കുകയാണ് ജോർജ് കുര്യൻ. ഇതിന് മറുപടിയില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച് തല കൊയ്യാൻ ആഹ്വാനം ചെയ്തതാണ് ഇവിടെ വാർത്ത. ശ്രീ എം പി രാജേഷ്, താങ്കൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എങ്ങനെ കാണണം ഇതിനെ? ശ്രീ എം പി രാജേഷ്. കുര്യൻ വായടയ്ക്കാതെ ഈ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ പറയുന്നത് പേടിച്ചിട്ടാണ്. കുര്യന് കേൾക്കാനുള്ള ക്ഷമയില്ല, അത് താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് ചർച്ചയിൽ പാലിക്കേണ്ട ഒരു മിനിമം സംസ്കാരം മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കുക എന്നുള്ളതാണ്. ആ സംസ്കാരം പാലിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ മാത്രമേ ഞാൻ ചർച്ചയ്ക്കുള്ളൂ. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. വിവേക് പറ. എം പി രാജേഷ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഗുർമെഹർ കൗർ എന്ന പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തും എന്ന് പറഞ്ഞതും അതിന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചതും അതിന് ആ കുട്ടിക്ക് എന്തോ തയ്യാറുണ്ട് എന്ന് പറഞ്ഞതും അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം. പിണറായിയുടെ തല കൊയ്യുമെന്ന് പറഞ്ഞതും അതിന് സ്വത്ത് വിറ്റ് 1 കോടി, അതാണ് വേറൊരു കാര്യം. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ളവരാണ് ഇവരൊക്കെ എന്ന് മനസ്സിലായല്ലോ. 1 കോടി സ്വത്ത് വിറ്റ് കൊടുക്കാം എന്ന്, ഇനാം കൊടുക്കാം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട കാര്യം. മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ഒറ്റപ്പെട്ട കാര്യം. അവസാനം ജനങ്ങളെല്ലാം കൂടി മംഗലാപുരത്ത് RSSനെതിരായി തിരിഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള മഹാസംഭവമായിട്ട് പരിപാടി മാറിയപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞത് ഇതാണ് RSS. RSS എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായി സംഘടിതമായിട്ട് നുണപ്രചരണം നടത്താൻ കഴിയുന്ന, ജീവിതത്തിനെ തോൽപ്പിക്കുന്ന നുണപ്രചരണം നടത്തുന്ന സംവിധാനമാണ് RSS എന്നുള്ളത്. ഒപ്പം ഹിംസയെ ഇത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം മറ്റൊന്നില്ല. സംഘടിതമായിട്ട് ഹിംസയും ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇവർക്ക് സമാധാനത്തെ കുറിച്ച് പറയാൻ, ശാന്തിയെ കുറിച്ചൊക്കെ പറയാൻ എന്ത് അധികാരമാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര സമയമായിട്ടും പിണറായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു മുഖ്യമന്ത്രിയുടെ തലകൊയ്യുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപിച്ചത് തെറ്റായി പോയി എന്ന് പറയാനുള്ള ഒരു വിവേകം പോലും ഇവരാരും കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് ആസൂത്രിതമാണ്, ഇവർ ആലോചിച്ചുറപ്പിച്ച് പറയുന്നതാണ്. ഞങ്ങൾക്കത് അത്ഭുതമില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ തലയ്ക്ക് വിലയിട്ടിരുന്നു. 50,000 രൂപയാണ് EMSന്റെ തലയ്ക്ക് വിലയിട്ടത്. RSS ഇന്ന് ഇൻഫ്ലേഷൻ റേറ്റ് കൂടി കണക്കിലെടുത്തിട്ട് പിണറായിയുടെ തലയ്ക്ക് 1 കോടി വിലയിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ.
ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയ്ക്ക് എല്ലാ കാലത്തും അന്നന്ന് അധികാരത്തിലിരുന്ന ആളുകൾ വിലയിട്ടിട്ടുണ്ട്. തരം കിട്ടിയാൽ ഇവർ ആയുധം കൊണ്ട് കൊല്ലും, അല്ലെങ്കിൽ അല്ലാത്ത തരത്തിൽ വധിക്കും. അതാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഘട്ടത്തിൽ ഭാസുരേന്ദ്ര ബാബു, നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരുപക്ഷെ രാഷ്ട്രീയമായി RSS ഉപയോഗിക്കുന്ന വിമർശനങ്ങൾ, CPIM തിരിച്ചു ഉപയോഗിക്കുന്ന വിമർശനങ്ങൾ എന്നതിനൊക്കെ അപ്പുറത്തേക്കല്ലേ കാര്യങ്ങൾ ഇപ്പോൾ പോയിരിക്കുന്നത്? ഇത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഒരു പൊതു പ്രശ്നമായി രൂപം കൊള്ളാവുന്ന വലിയൊരു കുറ്റകൃത്യമല്ലേ RSSന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലയെടുക്കാൻ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു MLA-മാരുടെയും MP-മാരുടെയും സാന്നിധ്യത്തിൽ. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നലെയും ഇന്നും ഒക്കെയായി ജന്മഭൂമിയുടെ 1-ാം പുറത്ത് തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ, ആ വാർത്തകൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്നും ഉണ്ടായിരുന്നു വാർത്ത. 160-ലധികം ജില്ലാ തലസ്ഥാനങ്ങളില് പിണറായിക്കെതിരെ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ജോർജ് കുര്യൻ, MP രാജേഷ് കേട്ടുകൊള്ളൂ. ആ കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയ RSS നേതാവ് നടത്തിയ കൊലവിളി പ്രസംഗം ഇതാ പീപ്പിൾ ടിവിയിലൂടെ. 300 स्वयंसेवकों की हत्या का दोषी वो गद्दार ये समझता है कि हिंदुओं के खून में गौरव नहीं है शिवाजी का, हिंदुओं के खून में वो जज्बा नहीं है। मैं इस मंच से घोषणा करता हूं, डॉक्टर कुंदन चंद्रावत, संपत्ति है मेरे पास इतनी, इसलिए घोषणा करने की हिम्मत कर रहा हूं। 1 करोड़ से ज्यादा का लगभग मकान है, उसका सर काट के लाते हैं विजयन का कोई मेरे को, वो मकान वो जायदाद में उसके नाम कर दूंगा। लेकिन ऐसे गद्दारों को इस देश के अंदर रहने का कोई अधिकार नहीं है, लोकतंत्र की हत्या करने का कोई अधिकार नहीं है ऐसे गद्दारों को। भूल गए क्या? गोधरा को 56 मारे थे, 2000 कब्रिस्तान में चले गए, घुसा दिए उनको अंदर इसी हिंदू समाज ने। 300 प्रचारक और कार्यकर्ताओं की हत्या करी है ना तुमने, 3 लाख नरमुंडों की माला पहनाएंगे भारत माता को। वामपंथियों सुन लो। ശ്രീ ജോർജ് കുര്യൻ കേട്ടല്ലോ, കുന്ദൻ ചന്ദ്രാവത്ത് സ്വയം പരിചയപ്പെടുത്തി തന്നെയാണ് 1 കോടി രൂപ ഇനാം. വിജയൻ എന്ന പേരെടുത്ത് പറയുന്നുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ എന്ന പേരെടുത്ത് പറയുന്നുണ്ട്. വീണ്ടും കേൾപ്പിക്കണോ ശ്രീ ജോർജ് കുര്യൻ? വിജയൻ എന്നുള്ള പേര് പറയുന്നുണ്ടോ? കേട്ടു. ഒരിക്കൽ കൂടി കേൾക്കാം, അതൊരിക്കൽ കൂടി കേൾപ്പിക്കൂ. 300 स्वयंसेवकों की हत्या का दोषी वो गद्दार ये समझता है कि हिंदुओं के खून में गौरव नहीं है शिवाजी का, हिंदुओं के खून में वो जज्बा नहीं है। मैं इस मंच से घोषणा करता हूं, डॉक्टर कुंदन चंद्रावत, संपत्ति है मेरे पास इतनी, इसलिए घोषणा करने की हिम्मत कर रहा हूं। 1 करोड़ से ज्यादा का लगभग मकान है, उसका सर काट के लाते हैं विजयन का कोई मेरे को, वो मकान वो जायदाद में उसके नाम कर दूंगा। വിജയൻ കേട്ടല്ലോ ശ്രീ ജോർജ് കുര്യൻ. കുന്തന്റെ സമനില തെറ്റി, കുന്തന് സമനില തെറ്റി ഈ ഇവിടുത്തെ കൊലപാതകങ്ങൾ കണ്ടിട്ട്. ഈ എന്തിനാ ആൾക്കാരെ സമനില തെറ്റിക്കുന്നത്? കുന്തനെതിരെ നടപടി എടുക്കണം. എന്നാ സംശയം? കുന്തൻ 1 കോടി ഉണ്ടെന്നും കുന്തൻ പറയുന്ന നടപടി എടുക്കണം, നിയമപരമായ നടപടി എടുക്കണം. പക്ഷെ ഈ ഇന്ത്യ മുഴുവനുള്ള ആൾക്കാരുടെ സമനില നിങ്ങൾ തെറ്റിക്കുകയാണ് സുഹൃത്തെ. ഈ പരിപാടി നിർത്തി, ഇവിടുത്തെ കൊലപാതകം നിർത്തി, അപ്പൊ അവരുടെ സമനില നേരെ വരും. അതാണ് നല്ലത്. ആ ഭീഷണിപ്പെടുത്തൽ അവരുടെ ഭാഗത്ത് എറിച്ചിട്ടുണ്ടോ എന്നത് 2ാമത്തെ വിഷയം, അതിൽ അവർ പേടിച്ചിട്ടുണ്ടോ എന്നത് 2ാമത്തെ വിഷയം ജോർജ് കുര്യൻ. 1ാമത്തെ വിഷയം ഇതിലെ ക്രൈമാണ്, ഇതിലെ ഒഫൻസ് ആണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു കേൾക്കാമോ? ജോർജ് കുര്യൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? കുന്ദൻ ചന്ദ്രാവത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ആ ഭീഷണിയുടെ ആഴം? ഞാൻ പറഞ്ഞു വന്നത് പറയാം. കഴിഞ്ഞ ദിവസങ്ങളില് BJPയുടെ ആഭിമുഖ്യത്തിൽ, സംഘപരിവാറിന്റെ ആഭിമുഖ്യത്തില് എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും RSSന്റെയോ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെയോ ഈ മീറ്റിംഗ്, കേരളത്തിൽ നടക്കുന്ന ഈ സംഘപരിവാരികളുടെ നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധ യോഗം ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ
ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനം ഇങ്ങനെ എല്ലാ ജില്ലാ തലങ്ങളിലും ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്ന ഒരു ചരിത്രം നമുക്കുണ്ടായിട്ടുണ്ടോ? ഒരു സംസ്ഥാന നേതാവിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ഈ നിലയ്ക്ക് അഖിലേന്ത്യാ നിലവാരത്തിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി ഇവർ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന ക്യാമ്പയിനിന്റെ ഒരു പരിണിതിയാണ് നാം ഈ കണ്ട കൊലപാതകത്തിനുള്ള ആഹ്വാനം. അല്ലെങ്കിൽ ഉറഞ്ഞു തുള്ളുകയാണ് ഈ കുന്ദൻ ചന്ദ്രാവത്ത്. സത്യത്തിൽ കുന്ദൻ ചന്ദ്രാവത്ത് പിണറായി വിജയനെ കണ്ടിട്ടേ ഉണ്ടാവില്ല ജീവിതത്തിൽ. നോക്കണേ, ഒരു പ്രസ്ഥാനത്തിൽ, കൊലപാതകികളുടെ ഒരു പ്രസ്ഥാനത്തിൽ, ഒരു മാഫിയ ഗ്രൂപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാനോ ഒന്നും പാടില്ലാത്ത ഒരാൾക്കെതിരെ ഇത്ര ശക്തിയായി വിരോധത്തോടെ ഉറഞ്ഞു തുള്ളണമെങ്കിൽ ഈ കുന്ദൻ ചന്ദ്രാവത്തൊക്കെ പറയുന്ന, നമുക്ക് ഈ വായിൽ കൊള്ളാത്ത പേരുള്ള ഈ മനുഷ്യനൊക്കെ ഏത് ജനുസിൽപ്പെട്ട ആളായിരിക്കണം അജിം ഷാ? നോക്കൂ, എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തില് നമ്മുടെ മലയാളിയായ ഈ ജോർജ് കുര്യനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമെന്ന്. അതാണ് ബി ജെ പി നേതാവ് എന്നതിനേക്കാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ജോർജ് കുര്യൻ എന്ന മലയാളിയുടെ വികാരം ആ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ശ്രീ ബാസുരേന്ദ്ര ബാബു പറഞ്ഞത്. എന്റേതല്ല, ശ്രീ ബാസുരേന്ദ്ര ബാബുവിൻ്റെത്. തീർച്ചയായും എം പി രാജേഷ്, അതായത് ആ കുന്ദൻ ചന്ദ്രാവത്തിന്റെ പ്രസംഗം താങ്കൾ കേട്ടല്ലോ. വിജയൻ എന്ന്, കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കുന്ദൻ ചന്ദ്രാവത്ത് പറയുന്നത് 3 ലക്ഷം പേരുടെ തലയോട്ടി കൊണ്ട് ഭാരതാംബയ്ക്ക് മാല ചാർത്തുമെന്ന്. എന്താണ് അദ്ദേഹം പറയുന്നത് ശ്രീ എം പി രാജേഷ്? ജോർജ് കുര്യൻ, ശ്രീ ജോർജ് കുര്യൻ നിലനിൽക്കൂ, കേൾക്കൂ, ചർച്ച പുരോഗമിക്കട്ടെ. എം പി രാജേഷ് പറയൂ. ആ വീഡിയോ നിങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കണം. അവസാനം പറയുന്നത് 3 ലക്ഷം പേരെ കൊന്ന് അവരുടെ തലയോട്ടി കൊണ്ട് ഭാരതാംബയ്ക്ക് മാല ചാർത്തും എന്നാ പറഞ്ഞത്. എന്താണ് IS ഇവിടെ തമ്മിൽ വ്യത്യാസം? എന്ത് വ്യത്യാസമാണുള്ളത്? ഭാരതാംബയ്ക്ക്, ഭാരതത്തിലെ മക്കളുടെ തലയോട്ടി കൊണ്ട് മാല ചാർത്താൻ നടക്കുന്ന ഇവരും IS തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? മാത്രമല്ല, ഇവരൊരു വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊലപാതകം നടത്തുന്നവരാണെന്നുള്ളതിന്റെ തെളിവ് അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. എന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്, അതുകൊണ്ട് ഞാൻ പണം കൊടുക്കും. ഞങ്ങളിതാ പറയുന്നത് വാടക കൊലയാളികളെ കൊണ്ട് കൊലപാതകം നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അത് സ്വന്തം പക്ഷത്ത് വെക്കുന്നവരെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. മംഗലാപുരത്ത് സ്വന്തം പക്ഷത്ത് വെക്കുന്നവരെയും അങ്ങനെ കൊന്നിട്ടുണ്ട്. ഇപ്പോ ഞാൻ വിചാരിക്കുന്നില്ല ശ്രീ ബാസുരേന്ദ്ര ബാബു പറഞ്ഞ പോലെ കുര്യന് ഒന്നും ഇങ്ങനെ പറയില്ല എന്ന്. കേരളത്തിൽ ഇങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുര്യൻ ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? കുര്യൻ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. എന്നിട്ട് ആ കുര്യൻ അവസാനം പറഞ്ഞത് വിജയൻ എന്ന് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു. പേര് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വീണ്ടും കേൾപ്പിച്ചു കൊടുത്തപ്പോ പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടില്ല, വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഇതിനൊക്കെ ഞാനിപ്പോ മറുപടി പറഞ്ഞാൽ അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത്തരം വാദങ്ങൾക്കൊക്കെ. അപ്പോ കുര്യന്റെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയാണ്. കുര്യനും ഒന്ന് തല കൊയ്താൽ കൊള്ളാം എന്നൊക്കെയുണ്ട്. പക്ഷെ കേരളത്തിൽ ഇരുന്നുകൊണ്ടത് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. മധ്യപ്രദേശിലേക്കൊന്ന് കയറ്റി വിട്ടു നോക്കൂ, കുര്യൻ ഇതുപോലെ തന്നെ ഉറച്ചിട്ടുള്ളൂ. നിങ്ങൾ അയാളുടെ മുഖഭാവമൊക്കെ ഒന്ന് കണ്ടു. ഒരു ക്രിമിനലിനെ പോലെയല്ലേ അയാൾ സംസാരിക്കുന്നത്? ഭ്രാന്തൻ, വർഗീയ ഭ്രാന്തൻ എങ്ങനെ എന്നതിന്റെ ലക്ഷണമൊത്ത രൂപമാണ് ആ കുന്ദൻ ചന്ദ്രാവത്തിന്റെ. നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ കണ്ട പേടിച്ച് കരയില്ലേ? അയാളുടെ മുഖഭാവം നോക്കൂ. അതാണ് ഈ 3 ലക്ഷം പേരുടെ തലയോട്ടി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളത്തിലെ 3 കോടി ജനങ്ങളെയാണോ ഉദ്ദേശിച്ചത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതൊന്ന് ക്ലിയർ ചെയ്യാമോ ശ്രീ രാജേഷ്? ഇടതുപക്ഷക്കാര് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ഭീഷണിയാണ്. സുനോ വമ്പന്തിയോ എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരോടും ഇടതുപക്ഷക്കാരോടുള്ള ഭീഷണിയാണ്. 300 പേരെങ്ങാണ്ട് അവരുടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അതിന് പകരം 3 ലക്ഷം പേരെ കൊല്ലും എന്നും ഇവിടെ ഇപ്പൊ പറഞ്ഞില്ലേ ഗുജറാത്തിനെ കുറിച്ച്. ഞാൻ ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ജോർജ് കുര്യൻ നിഷേധിച്ചു. അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയുന്നത് 55 പേർ ഗോദ്രയിൽ കൊല ചെയ്യപ്പെട്ടപ്പോ എന്തുണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് എല്ലാവരെയും കൊന്നൊടുക്കി എന്ന് പറയുന്നത് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ആ കുര്യനൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി കുര്യൻ കേട്ടോളൂ. ഒരിക്കൽ കൂടി കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വധഭീഷണി ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് തല കൊയ്യാൻ ആഹ്വാനം ചെയ്ത RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിന്റെ ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. 300 स्वयंसेवकों की हत्या का दोषी वो गद्दार ये समझता है कि हिंदुओं के खून में गौरव नहीं है शिवाजी का, हिंदुओं के खून में वो जज्बा नहीं है। मैं इस मंच से घोषणा करता हूं डॉक्टर कुंदन चंद्रावत
संपत्ति है मेरे पास इतनी, इसलिए घोषणा करने की हिम्मत कर रहा हूं। 1 करोड़ से ज्यादा का लगभग मकान है, उसका सर काट के लाते रीजन का कोई मेरे को, वो मकान वो जायदाद में उसके नाम कर दूंगा। लेकिन ऐसे गद्दारों को इस देश के अंदर रहने का कोई अधिकार नहीं है, लोकतंत्र की हत्या करने का कोई अधिकार नहीं है ऐसे गद्दारों को। भूल गए क्या? गोधरा को 56 मारे थे, 2000 कब्रिस्तान में चले गए, घुसा दिए उनको अंदर इसी हिंदू समाज ने। 300 प्रचारक और कार्यकर्ताओं की हत्या करी है ना तुमने, 3 लाख नरमुंडों की माला पहनाएंगे भारत माता को। वामपंथियों सुन लो, 300 स्वयंसेवकों की हत्या का दोषी वो गद्दार। ये തീർച്ചയായും ഇടതുപക്ഷക്കാരെ കേട്ടോ എന്ന് ചോദിച്ചാണ് ഈ ആഹ്വാനം. ഇതിന്റെ മലയാളം ടൈപ്പിംഗ് അല്പസമയത്തിനകം ഞങ്ങൾ നൽകുകയും ചെയ്യും. ശ്രീ ജോർജ് കുര്യൻ, എന്താണിത്? ഇന്ത്യ ഭരിക്കുന്ന BJPക്ക് ഇത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്വമില്ലേ? ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളത് വിടൂ, അത് രണ്ടാമത്തെ കാര്യം, അതിന് മറുപടി രാജേഷ് പറയട്ടെ. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആഹ്വാനം. 2 കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരുന്നു. പറയൂ. ഇവിടെ MM മണിയെ മന്ത്രിയാക്കിയ പോലെ കുന്തനെ അവിടെ മന്ത്രിയാക്കിയല്ല. മറ്റൊന്ന്, കുന്തനെതിരെ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കും. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം അല്ല. ഇതുപോലെയാണല്ലോ മണി പറഞ്ഞത്, ലോകം മുഴുവൻ കണ്ടതല്ലേ. മണിയെ പിടിച്ച് നിങ്ങൾ മന്ത്രിയാക്കിയില്ല, ഞങ്ങളായാലും കുന്തനെ മന്ത്രിയാക്കിയില്ല. കുന്തനെ സമത തെറ്റിയിട്ടുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. കുന്തനെതിരെ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കും. പക്ഷെ നിങ്ങൾ MM മണിയെ പിടിച്ച് മന്ത്രിയാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താ ഒരു കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ നടക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു RSS നേതാവ് ഈ വിധത്തിൽ പ്രതികരണം നടത്തിയപ്പോൾ ഇതിലും നിലവാരമുള്ള ഒരു പ്രതികരണമാണ് ഒരു BJP നേതാവ് മലയാളിയായ താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നടപടിയെടുക്കും. മറ്റൊന്ന്, അയാളെ മന്ത്രിയാക്കിയാൽ MM മണിയെ പോലെ കേരളത്തിൽ മന്ത്രിയാക്കിയല്ലോ, മധ്യപ്രദേശിൽ അയാളെ മന്ത്രിയാക്കിയല്ലോ ഉറപ്പ് തരാം. അതാണ് ഞങ്ങളുടെ സംസ്കാരം. നിങ്ങളുടെ സംസ്കാരം നേരെ തിരിച്ചാണ്. കൊന്നു എന്ന് പറയുന്നവരെ, കൊല്ലുന്നവനെ നിങ്ങൾ മന്ത്രിയാക്കുന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത്, ഒന്ന് നിയമപരമായ നടപടി ഉണ്ടാകും. അതിന് അദ്ദേഹത്തിന് സമനില തെറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തകരെ കൊല്ലുന്ന കണ്ടിട്ട് ഏതായാലും നിയമപരമായിട്ടുള്ള നടപടിയെടുക്കും. ഏതായാലും അദ്ദേഹത്തെ MM മണിയെ പോലെ മധ്യപ്രദേശിൽ മന്ത്രിയാക്കുകയില്ല. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് പറയാൻ സാധിക്കുക? അതായത് ഗോദ്ര കലാപത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കുന്ദൻ ചന്ദ്രാവത്ത് ഗോദ്ര ആവർത്തിക്കുമെന്ന് കേരളത്തിൽ. ഓർത്തിരുന്നോളൂ ഇടതുപക്ഷക്കാരെ എന്ന്. എന്താണിത്? താങ്കൾ നേരത്തെ പറഞ്ഞു മായ കൊട്നാനി അടക്കമുള്ള ഗുജറാത്ത് നേതാക്കന്മാർ, BJPയുടെ നേതാക്കന്മാർ, മന്ത്രി അവിടെ ജയിലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അങ്ങനെ അങ്ങ് പറയണ്ട ശ്രീ ജോർജ് കുര്യൻ. ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇതൊരു പൊതുപ്രശ്നമായി ഉയർന്നിരിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇതൊരു പൊതുപ്രശ്നമായി ഉയർന്നിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരായ വധഭീഷണി എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പൊതു ചടങ്ങിൽ വെച്ച് ഒരു RSSന്റെ നേതാവ് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ വധഭീഷണി മുഴക്കിയിരിക്കുന്നു. തല കൊയ്യൂ, 1 കോടി രൂപ തരാമെന്ന്. കേരളത്തിനുമുണ്ട് ഭീഷണി. 3 ലക്ഷം തലയോട്ടികൾ കൊണ്ട് ഭാരതാംബയെ തൃപ്തിപ്പെടുത്തുമെന്ന്. 3 ലക്ഷം കേരളീയരുടെ തലയോട്ടികൾ കൊണ്ട്. എന്താണ് ഇതിനെ കാണേണ്ടത്? എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ശ്രീ ജേക്കബ് ജോർജ്? തീർച്ചയായിട്ടും അജിംഷാദ്, അത് കേരളീയർക്ക് എതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം എതിരെയുള്ള ഒരു ഭീഷണിയല്ല. മൊത്തം ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനും ജനാധിപത്യ ബോധത്തിനും എതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഈ പ്രസംഗം, RSS നേതാവിന്റെ ഈ പ്രസംഗം. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തും, തലയേറിയും, അതിന് ഇനാം പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരാളങ്ങനെ പറയാൻ ധൈര്യപ്പെടുക, മൈക്കിലൂടെ വിളിച്ചു പറയുക, അത് കേട്ട് അനുയായികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ തീർച്ചയായിട്ടും ഭീകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പാടില്ല. മൊത്തത്തിൽ മാറി വരുന്ന വർഗീയതയ്ക്ക് പുതിയ മാനം കൊടുക്കാൻ ചിലർ സംഘടിതമായിട്ട് ശ്രമിക്കുന്നുണ്ട്, ആസൂത്രണം നടത്തുന്നുണ്ട് എന്നതിന്റെ
വ്യക്തമായ സൂചനയായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ ആജിബ് ഷാദ്. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ജോർജ് കുര്യൻ, ഇങ്ങനെയാണ് പൊതുസമൂഹം, നിഷ്പക്ഷ സമൂഹം ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ പണ്ടൊക്കെ പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ RSS കൊലപാതക ശ്രമങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ വായിച്ചിട്ടുണ്ട് പോലീസിന്റെ മൊഴികളിൽ നിന്നുമൊക്കെ. പക്ഷേ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഇങ്ങനെ പരസ്യമായ RSSന്റെ നേതാവ് ഒരു കൊലവിളി പ്രസംഗം നടത്തുന്നത്. ഇതിനെ എത്രത്തോളം ഗൗരവത്തിലാണ് BJP കാണുന്നത്? ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ജോർജ് കുര്യൻ, ജോർജ് കുര്യൻ ഉണ്ടോ? ജോർജ് കുര്യൻ പോയി. ശ്രീ ജേക്കബ് ജോർജ്, ഇങ്ങനെയാണ്, അതായത് ഒരു വലിയ പൊതുപ്രശ്നമായി ഇത് രൂപപ്പെടുന്നു. നോക്കൂ, ഗുർമേഹർ കൗറിനെ അടക്കം ഏറ്റവും ഒടുവിൽ അസമിലെ ഒരു ആക്ടിവിസ്റ്റിനെതിരെ അടക്കം ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു RSSന്റെ ഫാസിസം. ഇതൊക്കെ ഫാസിസമാണ്, രാഷ്ട്രീയപരമായി എതിർക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ പറയുകയും ആ ജനാധിപത്യപരമായ ചർച്ച പുരോഗമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമായ ഒരു സംഭവമായി ഇത് ഉയരുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ, കേരളത്തിൻ്റെ 22ാമത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇങ്ങനെ ഒരു കൊലവിളി ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നത് എത്രത്തോളം ഗൗരവമായാണ് കാണേണ്ടത്? തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യമാണ്. ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇന്ത്യയെ മൊത്തം ബാധിക്കുന്ന ഒരു ദേശീയ വിഷയവും ദേശീയ പ്രശ്നവുമായിട്ട് ഇത് മാറേണ്ടതുണ്ട്. കാരണം ഇത്തരം ചിന്തകൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ്. ഗുൽമേഹറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ത്യയിലെ കോളേജുകളിലും സർവകലാശാലകളിലും ആര് എങ്ങനെ ചിന്തിക്കണം, പ്രസംഗിക്കണം, ആരെ പ്രസംഗിക്കാൻ വിളിക്കണം എന്നൊക്കെ ABVP തീരുമാനിക്കുമെന്ന് പറയുകയാണ് ഇന്ന്. അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അവർ കത്തെഴുതുകയാണ്. അങ്ങനെ അതീവ ഗൗരവതരമായ ഒരു ഫാസിസ്റ്റ് ചിന്ത, ഒരു ഫാസിസ്റ്റ് ആധിപത്യം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവർ പറയുന്നവർ മാത്രം പ്രസംഗിച്ചാൽ മതി, അവർ ചിന്തിക്കുന്നത് മാത്രം ഇത് ചിന്തിച്ചാൽ മതി എന്ന് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തന്ത്രം മെനഞ്ഞെടുക്കുകയാണ് എവിടെയോ ചില പുരകളിൽ. തീർച്ചയായിട്ടും ഇതിനെ ജനാധിപത്യ ബോധത്തോടുകൂടി ജനങ്ങളെ സംഘടിപ്പിച്ച് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇതിനെതിരെ രാഷ്ട്രീയമായ സംഘടിതമായ ഒരു നീക്കം, ഒരു ജനകീയ മുന്നേറ്റം, അതാണ് ഇന്ന് കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളത്. അതായത് മധ്യപ്രദേശിൽ ഒരു മുഖ്യമന്ത്രി പോകുന്നു, മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള പ്രിവിലേജ് പോലും അദ്ദേഹത്തിന് നൽകാതെ RSS ഭീഷണിയിൽ അദ്ദേഹത്തെ തടയുന്നു, തിരിച്ചു വരുന്നു. മംഗളൂരുവിൽ കർണാടക സംസ്ഥാനത്ത് പോകുമ്പോൾ അവിടെയും ഈ വിധത്തിൽ ഭീഷണികൾ ഉയർത്തുന്നു. അതിന് സമാനമായ ഊർജം കേരളത്തിൽ നിന്നുകൊണ്ട് സംഘപരിവാറിന്റെ ആൾക്കാർ മലയാളികൾ നടത്തുന്നു. ഈ വിധത്തിലൊക്കെ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തലകൊയ്യും, ഫിസിക്കലി, അതായത് കായികമായി തന്നെ തലകൊയ്യും, അതിന് അയാളുടെ സ്വത്ത് വിറ്റ് 1 കോടി രൂപ നൽകാം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ക്രമസമാധാന പ്രശ്നം എങ്ങെത്തി നിൽക്കുന്നു എന്നുകൂടി ഇതിനോടൊപ്പം വായിക്കണ്ടേ? യഥാർത്ഥത്തില് മംഗലാപുരത്ത് പിണറായി വിജയൻ ചെന്നതാണ്. അത് RSS കേന്ദ്ര നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിട്ടുണ്ടാവണം. അവർ ഭീഷണി മുഴക്കിയാൽ ഇവരോട് കടക്കാൻ സമ്മതിക്കുന്നില്ല, പിണറായി ഇവിടെ കാലുകുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഭീഷണി കേട്ടിട്ട് പിണറായി ഇവിടെ തിരുവനന്തപുരത്ത് ഒതുങ്ങിക്കൂടും എന്നായിരിക്കണം ഒരു പക്ഷേ സംഘപരിവാർ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ലല്ലോ. പിണറായി വിജയൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ മംഗലാപുരം സന്ദർശനം വലിയ വിജയമാവുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ വലിയ തരത്തിൽ ആവേശം ഉയർത്തുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ RSSനേറ്റ കനത്ത തിരിച്ചടിയായിട്ടാവണം അവരിൽ ചിലർ കരുതുന്നത്. അതിന്റെ ഒരു പ്രതികരണം എന്ന് വേണം ഇന്ന് മധ്യപ്രദേശിലെ RSS നേതാവ് നടത്തിയ പ്രസംഗത്തെ കാണാൻ. തീർച്ചയായും ശ്രീമതി K. അജിത കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീമതി അജിത, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തല കൊയ്യുമെന്നൊരു പൊതുവേദിയിൽ ഒരാൾ പറയുകയാണ്, RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത്. അയാളുടെ സ്വത്ത് വിറ്റ് 1 കോടി രൂപ നൽകും തല കൊയ്തു കൊണ്ടുവരുന്ന ആൾക്ക്. എത്രത്തോളം ഗൗരവമായി കാണണം ഈ വിഷയത്തിൽ? അത് ഒരു ഭ്രാന്തന്മാരുടെ ജൽപ്പനായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് ജനാധിപത്യ രീതിയെ അല്ല ഈ സംസാരിക്കുന്നത്. എന്തായാലും കൊലപാതക രാഷ്ട്രീയത്തിന് അതിപ്പോ ആര് ചെയ്താലും ഞാൻ എതിരെ തന്നെയാണ്, CPM ആയാലും BJP ആയാലും. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് അനുകൂലിക്കാൻ പറ്റില്ല. അത് വെറും ഭ്രാന്തമായ ഒരു ജൽപ്പനമായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഭ്രാന്തമായ ജൽപ്പനം കേവലം യാദൃച്ഛികമോ? യാദൃച്ഛികമാവാൻ വഴിയില്ലല്ലോ.
അവര് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് തന്നെയാണല്ലോ. ആ. അപ്പൊ അത് ആ രീതിയിൽ തന്നെ കേരള ജനതയും എടുക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും പിണറായി വിജയനെ ഇങ്ങനെ RSS പിന്തുടരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ കുന്ദൻ ചന്ദ്രാവത്ത് എന്ന നേതാവ് തലയെടുത്ത് ഇനാം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഒരു തലയെടുപ്പൽ പ്രഖ്യാപനവും നടക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പരിണമിക്കുന്നത് എങ്ങനെ? അത് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവമാണിത്. പ്രത്യേകിച്ചും വർഗീയ ഫാസിസത്തിന്റെ ഒരു സ്വഭാവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ആ അഭിപ്രായക്കാരിയാണ്. എന്തായാലും ഈ തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയ പരിപാടികൾക്കൊന്നും ഞാൻ അനുകൂലമല്ല. ജനാധിപത്യ രീതിയെ അല്ല, ഫാഷിസ്റ്റ് രീതിയിലേക്ക് പോകുന്ന പാർട്ടികൾക്ക് എന്തും പറയാം. അതാണ് ഇങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാവെന്നതും CPIM നേതാവെന്നുള്ളതും രണ്ടാമത്തെ കാര്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ, ഇന്ത്യയിലെ ഒരു പ്രമുഖ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഈ വിധത്തിൽ പരസ്യമായി ഒരാൾ ഇത്തരത്തിൽ ആഹ്വാനം നടത്തുന്നു. ഇതിനെതിരെ നിയമപരവും രാഷ്ട്രീയവുമായി എന്തൊക്കെ പ്രതിരോധങ്ങളാണ് നാം അടിയന്തരമായി തീർക്കേണ്ടത്? ശ്രീമതി അജിത. ശ്രീമതി അജിത, ശ്രീ ജേക്കബ് ജോർജിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, കേൾക്കാമോ? ശ്രീമതി അജിതയുണ്ടോ ഫോണിൽ? തീർച്ചയായും കേരളം ഞെട്ടിയ ഒരു വലിയ വാർത്ത, ഒരുപക്ഷെ ഇന്ത്യയുടെ മുഴുവൻ ക്രമസമാധാന പ്രശ്നത്തെയും ചോദ്യചിഹ്നത്തിലാക്കുന്ന വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. RSSന്റെ മധ്യപ്രദേശിലെ പ്രമുഖ് എന്നറിയപ്പെടുന്ന ഒരു നേതാവ്, കുന്ദൻ ചന്ദ്രാവത്ത് എന്ന ആൾ പരസ്യമായ ഒരു വേദിയിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തല കൊയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ്. വെറുതെ ഒരു ആഹ്വാനമല്ല, ആ ആഹ്വാനത്തിന് അയാളുടെ സ്വത്ത് വിറ്റ് 1 കോടി രൂപ നൽകാമെന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു അക്രമ പ്രസംഗമാണ് കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയത്. വലിയ ഞെട്ടലോടെയാണ് ഇന്ത്യൻ സമൂഹവും ഇതിപ്പോൾ കാണുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ വാർത്തയെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വരുന്നു. ഒരുപക്ഷെ ആ വാക്കുകളിലേക്ക്, കുന്ദൻ ചന്ദ്രാവത്തിന്റെ ആ അക്രമ ഭീകര പ്രസംഗത്തിലേക്ക്. 300 स्वयंसेवकों की हत्या का दोषी वो गद्दार ये समझता है कि हिंदुओं के खून में गौरव नहीं है शिवाजी का, हिंदुओं के खून में वो जज्बा नहीं है। मैं इस मंच से घोषणा करता हूं, डॉक्टर कुंदन चंद्रावत, संपत्ति है मेरे पास इतनी, इसलिए घोषणा करने की हिम्मत कर रहा हूं। 1 करोड़ से ज्यादा का लगभग मकान है, उसका सर काट के लाते विजयन का कोई मेरे को, वो मकान, वो जायदाद मैं उसके नाम कर दूंगा। लेकिन ऐसे गद्दारों को इस देश के अंदर रहने का कोई अधिकार नहीं है। लोकतंत्र की हत्या करने का कोई अधिकार नहीं है ऐसे गद्दारों को। भूल गए क्या? गोधरा को 56 मारे थे, 2000 कब्रिस्तान में चले गए, घुसा दिए उनको अंदर इसी हिंदू समाज ने। 300 प्रचारक और कार्यकर्ताओं की हत्या करी है ना तुमने, 3 लाख नरमुंडों की माला पहनाएंगे भारत माता को। वामपंथियों सुन लो, ഇടതുപക്ഷക്കാരെ കേൾക്കൂ എന്ന ആഹ്വാനത്തോടെയാണ് കുന്ദൻ ചന്ദ്രാവത്ത് അയാളുടെ പ്രസംഗം നിർത്തുന്നത്. ഒരുപക്ഷെ കുന്ദൻ ചന്ദ്രാവത്ത് എന്ന രീതിയിൽ സ്വയം അഭിസംബോധന ചെയ്ത് തന്നെയാണ് കുന്ദൻ ചന്ദ്രാവത്ത് ഈ അക്രമ പ്രസംഗം നടത്തുന്നത്, ഈ കൊലവിളി പ്രസംഗം നടത്തുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയന്റെ തല കൊയ്യാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയന്റെ തല കൊയ്യാൻ തന്റെ സ്വത്തുക്കൾ വിറ്റ് 1 കോടി രൂപ ഇനാം നൽകുമെന്ന പ്രഖ്യാപനം നടത്തുന്നു. 1. 2, ഗോദ്ര കലാപം ഓർമ്മയില്ലേ, അത് കേരളത്തിൽ ആവർത്തിക്കും എന്ന ആഹ്വാനം നടത്തുന്നു. 3 ലക്ഷം പേരുടെ, അതായത് കമ്മ്യൂണിസ്റ്റുകാരായ 3 ലക്ഷം പേരുടെ തലയോട്ടികൾ കൊണ്ട് ഭാരതമാതാവിന് തൃപ്തി പ്രകടിപ്പിക്കും എന്നും കുന്ദൻ ചന്ദ്രാവത്ത് അയാളുടെ പ്രസംഗത്തിൽ പറയുന്നു. ഇതൊക്കെ ഇടതുപക്ഷക്കാരെ നിങ്ങൾ കേൾക്കൂ എന്ന രീതിയിലാണ് കുന്ദൻ ചന്ദ്രാവത്ത് തന്റെ പ്രസംഗം നിർത്തുന്നത്.